ശ്രീ പി നന്ദകുമാർ 12 മിനിറ്റ്. സർ, ബഹുമാനപ്പെട്ട ഗവർണർ ജനുവരി 17 നിയമസഭയിൽ അവതരിപ്പിച്ച നയപ്രഖ്യാപനത്തിന് നന്ദി പ്രകടിപ്പിച്ച ശ്രീ ടി രാമകൃഷ്ണൻ അവതരിപ്പിച്ച നന്ദി പ്രമേയത്തെ ഞാൻ പിന്തുണയ്ക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ കടുത്ത സാമ്പത്തിക ഉപരോധത്തിനടുവിലും ജനക്ഷേമ പദ്ധതികളും ആരോഗ്യ വിദ്യാഭ്യാസ വ്യവസായ മേഖലകളിലെ പ്രശംസനീയ ഇടപെടലും അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയും മറ്റും കൃത്യമായി നടപ്പിലാക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങൾ എണ്ണിപ്പറയുന്നതാണ് ഈ നയപ്രഖ്യാപന രേഖ. നമ്മുടെ പ്രതിപക്ഷം എല്ലാ വികസന പ്രവർത്തനങ്ങളും തടയുന്ന വിധത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര BJP സർക്കാരിൻ്റെ നയങ്ങളെ തുറന്നു നിൽക്കാൻ അവർ തയ്യാറാവുന്നില്ല. BJPയെ വേദനിപ്പിക്കുന്ന ഒരു വിഷയത്തിലും പ്രതിപക്ഷം ശക്തമായി ഇടപെടില്ല. എന്നാൽ LDF സർക്കാരിനെയും CPMനെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും നിത്യേന കള്ളം പറഞ്ഞ് ആക്രമിക്കുക എന്നതാണ് അവരുടെ മിനിമം പരിപാടി. ഇപ്പോൾ CPM BJP ധാരണ എന്ന കള്ള പ്രചാരമാണ് നിങ്ങൾ നടത്തുന്നത്. നമ്മുടെ പ്രധാന പത്രങ്ങളിലാണെങ്കിൽ ഭരണവർഗ പക്ഷപാതത്വവും സാമ്പത്തിക താൽപ്പര്യവും വെച്ച് UDF നേതാക്കളെ പേറിക്കൊണ്ട് നടക്കുകയാണ്. എന്ത് കള്ളം പറഞ്ഞാലും അതേപടി കൊടുക്കാൻ ഒരു മടിയും ഈ പത്രമാധ്യമങ്ങൾക്കില്ല. സർ, ഈ മാധ്യമങ്ങളുടെ സഹായമില്ലെങ്കിൽ UDF നേതാക്കൾ വെള്ളത്തിന് പുറത്ത് കിടക്കുന്ന മത്സ്യം പോലെ കിടന്നു പിടയ്ക്കും. ഞങ്ങൾ ജീവിക്കുന്ന ജനങ്ങൾക്കകത്താണ്. അതുകൊണ്ട് ഒരു ആശങ്കയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. സർ, കേരളം മാറിയത് സുപ്രധാനമായിട്ടുള്ള പല നേട്ടങ്ങളിലും അടിസ്ഥാനത്തിലാണ്. ആ ഒരു സുപ്രഭാതത്തിൽ വരുന്ന ഒരു ഗവൺമെൻറ് വന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല. 1957 അധികാരത്തിൽ വന്ന EMS സർക്കാർ നടപ്പിലാക്കിയ ഭൂപരിഷ്കരണവും തുടർന്ന് മാറി മാറി വന്ന ഇടതുപക്ഷ സർക്കാരും എടുത്ത പുരോഗമന വികസന കാഴ്ചപ്പാടുമുള്ള പദ്ധതികളുടെ നടത്തിപ്പിലൂടെയാണ് കേരളം മാറിയത്. തൊഴിലാളികളുടെ ഉജ്ജ്വല പോരാട്ടത്തിൽ കൂടി നേടിയെടുത്ത ആനുകൂല്യങ്ങളും കൂലി വ്യവസ്ഥയും കേരളത്തിൻ്റെ സമഗ്ര പുരോഗതിക്ക് കാരണമായിട്ടുണ്ട്. അതിന്നും തുടരുകയാണ്. ഈ വികസന സങ്കല്പത്തെ കേരള മോഡലിനെ എന്നും തുരങ്കം വയ്ക്കുകയാണ് പ്രതിപക്ഷം ചെയ്തത്. 2016 ആരംഭിച്ച കിഫ്ബി പദ്ധതിയെ തകർക്കാൻ കേന്ദ്ര സർക്കാരിനോടൊപ്പം കൂട്ടുകൂടിയവരാണ് നിങ്ങൾ. കാലം നിങ്ങൾക്ക് മാപ്പ് നൽകിയില്ല. സർ, ഇന്നലത്തെ ചർച്ചയിൽ ശ്രീ തിരുവഞ്ചൂർ BJP CPM കൂട്ടുകെട്ടാണെന്ന് പറയുകയുണ്ടായി. കേന്ദ്ര സർക്കാരുമായി സമരസപ്പെട്ട് പോവുകയാത്രേ. സംസ്ഥാന സർക്കാരിനെ സമരസപ്പെട്ട് പോവുകയാണെന്ന് അദ്ദേഹം തട്ടിവിടുകയുണ്ടായി. ആരാണ് സർ BJPയെ ഒത്താശ നൽകുന്നത്? നമ്മുടെ പഴയ ഗവർണർ കേന്ദ്ര സർക്കാരിനും BJPക്കും വേണ്ടി വിടുപണി ചെയ്യുകയാണെന്ന് ഈ സഭയ്ക്കകത്തും പുറത്തും നിരവധി വിമർശനം ഉയർന്നു വന്ന വ്യക്തിയാണല്ലോ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ. പച്ചയായ BJP സ്നേഹം അദ്ദേഹം പ്രകടിപ്പിച്ചത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹം കാലം കഴിഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാന് കേരള ഗവർണറായി തുടരണമെന്ന് പരസ്യമായി പിന്തുണ കൊടുത്താലാണ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പത്രവാർത്ത നമുക്ക് കാണാം. ദേശാഭിമാനിക്കത്തല്ല സർ, മാധ്യമം, നിങ്ങളുടെ പുതിയ കൂട്ടുകാരുടെ പത്രം. തിരുവനന്തപുരം ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി തുടരണമെന്ന് കോൺഗ്രസ് നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA സൂര്യകാലടി മനയിൽ വിനായക ചതുർത്ഥി പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഗവർണർ ഉദ്ഘാടകനായ ചടങ്ങിൽ അദ്ദേഹത്തെ വേദിയിൽ ഇരുത്തിക്കൊണ്ടാണ് MLA ഈ കാര്യം പ്രതികരിച്ചത്. കഴിഞ്ഞില്ല സർ. സൂര്യകാലടി മനയിലെ അന്തരീക്ഷത്തിൽ നിന്ന് മടങ്ങി വരുന്നവരാരും ഒരു വിഷമത്തിലും പെട്ടിട്ടില്ല. അവർ ശ്രേയസിലേക്ക് വരികയുള്ളൂ എന്ന് എനിക്കറിയാം. 5 വർഷക്കാലം പൂർത്തിയാക്കുന്ന ഗവർണർക്ക് വീണ്ടും സംസ്ഥാന തലവൻ എന്ന നിലയിൽ തുടരാൻ കഴിയും. നമ്മുടെ പ്രിയപ്പെട്ട തിരുവഞ്ചൂര് പരസ്യമായി പറഞ്ഞതാണ്. എന്നിട്ട് ഞങ്ങളാണ് സർ കൂട്ടുകൂടുന്നത്. ഇവിടെ വിടുപണി എടുക്കുന്ന ആരാണ് സർ? BJPയുമായി കൂട്ടുകൂടുന്ന ആരാണ് സർ? അദ്ദേഹം കാലം കഴിഞ്ഞ് പോകുമ്പോൾ അദ്ദേഹത്തെ പ്രവർത്തിക്കൊണ്ട് പരസ്യമായി നടത്തിയ പ്രഖ്യാപനമാണ് ഇവിടെ വായിച്ചത്. സർ, ഈ മനോഹരമായൊരു ഫോട്ടോ നിങ്ങളൊന്ന് കാണണം. ഇതിനെ സംബന്ധിച്ചിടത്തോളം പുഞ്ചിരിച്ച് നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് തിരുവഞ്ചൂരിൻ്റെ മുഖം ഇത് കാണുമ്പോൾ എനിക്കൊരു പഴയ സിനിമാ ഗാനമാണ് സർ ഓർമ്മ വരുന്നത്. നായര് പിടിച്ച് പുലിവാൽ എന്ന സിനിമയിൽ ഒരു ഗാനമുണ്ട്. നായര് പിടിച്ച പുലിവാൽ, അത് അദ്ദേഹം ഞാൻ പറഞ്ഞിട്ടില്ല. നായര് പിടിച്ച പുലിവാൽ എന്ന സിനിമയ്ക്കകത്ത് P. ഭാസ്കരൻ എഴുതിയ പാട്ടാണ് സർ. അതിൽ പറയുന്നത് എന്തിന് ഇത്ര പഞ്ചസാര പുഞ്ചിരിപ്പാലിൽ നിന്നാണ് ആ പാട്ടെടുത്തത്.
ആ പുഞ്ചിരിയാണ് അദ്ദേഹം നടത്തിയത്. എന്തൊരു പ്രേമമാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാനോട്. ഇത്രയും പ്രേമം ആവശ്യമാണോ? കോൺഗ്രസ്സുകാർ മറുപടി പറയണം. സർ, തിരുവഞ്ചൂർ ഇന്നലെ എലപ്പുള്ളിയിൽ ബീവറേജ് ഫാക്ടറി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. തികഞ്ഞ രൂപത്തിലേക്കുള്ള അപവാദവും കൊടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം നടന്നത്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച 3 കാര്യങ്ങൾ നിയമവിരുദ്ധമായി നൽകിയ അനുവാദം എന്നാണ് ഒന്ന് പറഞ്ഞത്. ഏത് വ്യവസായമാണ് സർ ടെൻഡർ വിളിച്ച് അനുവാദം നൽകുന്നത്? വ്യവസായം തുടങ്ങിയുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണോ എന്ന് നോക്കേണ്ട ബാധ്യത മാത്രമാണ് സർക്കാരിനുള്ളത്. ഏതാണ് ഈ കമ്പനി പാലിക്കാത്തത്? മാത്രമല്ല, ഈ കമ്പനിക്ക് പെട്ടെന്ന് അനുവാദം കൊടുത്തതാണോ? കഴിഞ്ഞ 2 വർഷമായി കേരളത്തിൽ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ തയ്യാറായ കമ്പനികൾക്ക് അനുവാദം നൽകുമെന്ന് മദ്യനയത്തിൽ വ്യക്തമാക്കിയതല്ലേ? ഒരു സുപ്രഭാതത്തിൽ ഈ അനുവാദം കൊടുത്തതാണോ? എന്നിട്ടും പറയുകയാണ് തെറ്റായ രൂപത്തിലേക്കാണ് അവിടെ അനുവാദം കൊടുത്തതെന്ന്. ഒരു നിയമലംഘനവും അവിടെ നടന്നിട്ടില്ലെന്ന് രേഖകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. സർ, രണ്ടാമത് പറയുന്നത് ഈ കമ്പനി വന്നാൽ കേരളം മദ്യത്തിൽ മുങ്ങിക്കുളിക്കും അത്രേ. സർ, തിരുവഞ്ചൂരിന് ഈ കാര്യം അറിയാത്തതല്ലോ. അദ്ദേഹം UDFന്റെ കാലത്തെ കണക്കെടുത്ത് നോക്കുക. UDF ഭരിച്ചിരുന്ന കാലത്ത് 2012-2013 വർഷത്തിൽ 244.3 ലക്ഷം കേസ് മദ്യം IMFL-ഉം ബീറും കൂടി ഈ സംസ്ഥാനത്ത് വിറ്റതാണ്. എന്നാൽ ഇപ്പോൾ 221.7 ലക്ഷം കേസ് മാത്രമാണ് വിൽക്കുന്നത്. 244.3 ലക്ഷം കേസ് വിറ്റ കേരളത്തിനകത്ത് 221 കേസ് മാത്രമാണ് ഇപ്പോൾ വിൽപ്പനയുള്ളത്. മദ്യത്തിൻ്റെ ഉപഭോഗം കുറഞ്ഞു വരികയാണ് സർ. സർ, കേരളത്തിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ മദ്യം വിൽപ്പനയുണ്ട്. ഈ മദ്യമെല്ലാം പ്രധാനമായും വരുന്ന എവിടുന്ന സർ? കർണാടകയിൽ നിന്നല്ലേ? കർണാടകത്തിൽ മദ്യം കൊണ്ടുവന്ന് ഇവിടെ വിൽക്കാം, ഇവിടെ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ പാടില്ല. എന്ത് ലോജിക്കാണ് സർ അതിനകത്തുള്ളത്? ഈ തിരുവഞ്ചൂരിനും മുൻ പ്രതിപക്ഷ നേതാവിനും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനും ലോജിക്ക് എന്താണ്? ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ പാടില്ല, കർണാടകയിൽ ഇഷ്ടം പോലെ കൊണ്ടേ വിൽക്കാം. സർ, നാട്ടിലാകെ ഒരു സംസാരമുണ്ട് ഇപ്പോൾ. കർണാടകത്തിലെ മദ്യലോബിയും കോൺഗ്രസുമാരുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ചിടത്തോളം സർ, കർണാടകത്തിലെ 6320 ചെറുകിട വൻകിട ബീവറേജ് മാനുഫാക്ചറിംഗ് കമ്പനികളുണ്ട്. അതിൽ 47 വൻകിട കമ്പനികളാണ്. ഈ 47 3 പേരെ നിങ്ങൾക്കെല്ലാം അറിയുന്നവരല്ലേ? എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് നല്ല ബന്ധമുള്ളവരല്ലേ? നിങ്ങൾക്കറിയില്ലേ? ഷാമന്നൂർ ശിവശങ്കരപ്പ, അയാൾ ഇടതുപക്ഷക്കാരനാണോ? കോൺഗ്രസ്സുകാരനല്ലേ? മദ്യവ്യവസായിയല്ലേ? നിങ്ങൾക്കറിയില്ലേ? രേണുക ഷുഗർ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരല്ലേ പ്രധാനപ്പെട്ടത്? ഒരു കോൺഗ്രസ് നേതാവല്ലേ ആ വ്യവസായം നടത്തുന്നത്? അടുത്ത് നിങ്ങളൊക്കെ അടുത്ത സുഹൃത്തുമാണ് ജോൺ ഡിസ്റ്റലറീസ്, മുൻ മന്ത്രി, കോൺഗ്രസിന്റെ മുൻ മന്ത്രി. ഇവരുടെ കയ്യിൽ നിന്നാണ് സർ പ്രധാനമായിട്ടും ഒരു മദ്യം വാങ്ങുന്ന പ്രധാനപ്പെട്ട കമ്പനികളുള്ളത്. ഇതൊക്കെ കോൺഗ്രസ് നേതാക്കന്മാരാണ്. അവരൊക്കെയാണ് നല്ല ബന്ധം നിങ്ങൾക്കുണ്ട്. ഞാൻ ഇനിയും പറയാം, സ്പിരിറ്റിന്റെ ഈ കച്ചവടക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നാളെ കാലം തെളിയിക്കും. അവിടെ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട സ്പിരിറ്റ് ഈ പ്രധാനപ്പെട്ട കമ്പനികളിൽ നിന്നാണ്. അത് എണ്ണി പറയുകയാണെങ്കിൽ ഇനിയും കുറേയുണ്ട്. സാർ, നമ്മുടെ തിരുവഞ്ചൂരിന് വളച്ചൊടിച്ച് കാര്യങ്ങൾ പറയാൻ പറ്റും. പ്രതിപക്ഷ നേതാവാണെങ്കിൽ മറ്റു രൂപത്തിലേക്കാണ്. ഇപ്പോൾ നമ്മളെ മുൻ പ്രതിപക്ഷ നേതാവും ഇവിടെ വലിയ തോതിലേക്കുള്ള ആക്ഷേപം ഉന്നയിക്കുകയുണ്ടായി. സാമ്പത്തികമായ നേട്ടത്തിന് വേണ്ടിയാണ് ഈ കമ്പനിക്ക് അനുവാദം കൊടുത്തത്. അതിന് നേട്ടം എന്തൊക്കെയാണെന്നൊക്കെ എണ്ണി പറയുന്ന രൂപത്തിലേക്കാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പുറത്തുള്ള പത്രസമ്മേളനത്തിൽ വന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയടക്കം നമ്മളെ ബഹുമാനപ്പെട്ട രാജേഷ് മിനിസ്റ്റർ അടക്കം പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയത്. സർ, യഥാർത്ഥ വസ്തുത എന്താണ്? ആർക്കാണ് ഇവരുമായിട്ടുള്ള ബന്ധം? നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രചരണം എന്താണ്? ഇവർ പറയും പോലെയാണോ? എനിക്ക് അടുത്ത ദിവസം ഒരാൾ റൂട്ട് മാപ്പ് അയച്ചു. ഇവിടെ കോൺഗ്രസിന് കിട്ടുന്ന വിഹിതത്തിൻ്റെ വരുന്ന വഴിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള റൂട്ട് മാപ്പാണ്. ആ റൂട്ട് മാപ്പ് ഇങ്ങനെയാണ് സർ. അത് വയനാട് വഴി വന്ന്, അത് നേരെ തീരദേശത്ത് കൂടെ വന്ന്, അത് പറവൂർ കൂടെ കയറി, ആലപ്പുഴയിൽ കൂടെ കയറി കോട്ടയത്ത് അവസാനിക്കുക എന്നാണ് ആ റൂട്ട് മാപ്പിനകത്തുള്ളത്. അതാണ് സാർ റൂട്ട് മാപ്പിനകത്തുള്ളത്. എന്നിട്ട് ഞങ്ങളെ മേക്കെട്ട് കയറാൻ വരണ്ട. ഇതിനെ സംബന്ധിച്ച് വിശദമായ കാര്യങ്ങളൊക്കെ നിരവധി ഇനിയും പുറത്തു വരാൻ മാത്രം ഇരിക്കുകയാണ് സംബന്ധിച്ചത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സർ. ഇപ്പോൾ നിങ്ങളുടെ വേവലാതി ഇതെല്ലാം കൂടുതലായിട്ട് പുറത്തു വരുമെന്നുള്ള കാര്യം കൊണ്ട് തന്നെയാണ് വേവലാതി ഞങ്ങൾക്കറിയാം സർ. ഒരു കമ്പനി വന്നാൽ
കേരളത്തിലുണ്ടാകുന്ന നേട്ടത്തെപ്പറ്റി നിങ്ങൾക്കൊന്നും അഭിപ്രായമില്ല. സാമ്പത്തിക നേട്ടം, അതുപോലെ തന്നെ 600 പേർക്ക് പ്രത്യക്ഷമായ തൊഴിൽ, 2000 പേർക്ക് പരോക്ഷമായ തൊഴിൽ, ഈ സാധ്യതയൊന്നും ഇവർക്ക് പ്രശ്നമല്ല, ഇവർക്ക് ആവശ്യവുമില്ല സർ. ഞാൻ അധികം ഒന്നും പറയുന്നില്ല. വിജയമല്യയുടെ കാര്യം മറക്കണോ? ആരാണ് സർ വിജയമല്യയ്ക്ക് ഇവിടെ എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത്? അതിൻ്റെ കാര്യങ്ങളൊക്കെ പുറത്തു വരണോ? അടുത്ത ചർച്ചയ്ക്കാകാം. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ നടക്കുന്നില്ല. അതിനെ സംബന്ധിച്ചിടത്തോളം വിജയമല്യയ്ക്ക് തെറ്റായ രൂപത്തിലേക്കുള്ള ആനുകൂല്യം കൊടുത്ത് സന്തോഷിപ്പിച്ച് വിട്ടവരാണ് ഇപ്പോൾ അഴിമതിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പരാമർശിക്കുന്നത്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് സർ. തിരുവഞ്ചൂർ ഇന്നലെ അടിയന്തരാവസ്ഥയെ സംബന്ധിച്ച് പറഞ്ഞു. എൻ്റെ ഒരു സുഹൃത്ത് സഖാവ് ഇന്നലെ അടിയന്തരാവസ്ഥയിൽ പരാമർശിച്ചപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളന്ന് ജനിച്ചിട്ടില്ല എന്ന്. ഞാൻ ഇപ്പോൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് സർ. അന്ന് അടിയന്തരാവസ്ഥയുടെ ഭീകരത അനുഭവിച്ചവർ 3 പേർ ഈ നിയമസഭയ്ക്കകത്തുണ്ട്. 3 പേരല്ല, 4 പേരുണ്ട്. മണിയാശാൻ അടക്കമുണ്ട്. 4 പേര് ഈ നിയമസഭയ്ക്കകത്തുണ്ട് സർ. കണ്ണൂർ സെൻട്രൽ ജയിലിനകത്ത് 1.5 വർഷക്കാലം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടൊപ്പം കിടന്നവനാണ് ഞാൻ സർ. അന്ന് പിണറായി വിജയൻ്റെ കാലം അടിച്ചു മുറിച്ച് ഞങ്ങളെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുവന്നപ്പോൾ പുറത്തു നിന്നുള്ള കോൺഗ്രസ്സുകാർ പൊട്ടിച്ചിരിക്കുകയായിരുന്നു സർ ഉണ്ടായിരുന്നു. അല്ലേ? സഖാവ് ടി.പി. രാമകൃഷ്ണനെ കക്കയം ക്യാമ്പിലിട്ട് ഭീകരമായി മർദ്ദിച്ചപ്പോൾ ആഹ്ലാദിച്ചവരാണ് കോൺഗ്രസ്സുകാർ സർ. മണിയാശാനെ കസാലയ്ക്ക് ചങ്ങലക്കിട്ടുകൊണ്ട് അവിടെ ദിവസങ്ങളോളം അവിടെ ഭീകരമായി മർദ്ദിച്ചപ്പോൾ നിങ്ങൾ അട്ടഹസിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇതല്ലേ നിങ്ങൾ ആ ജനാധിപത്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിച്ചപ്പോൾ ഇവിടെ ആ പ്രിയപ്പെട്ട സഖാവിനെ കളിയാക്കുന്ന രൂപത്തിലേക്കാണ് തിരുവഞ്ചൂർ പറഞ്ഞത് സർ. അന്ന് പത്രമാരണ നിയമം, സംസാരിക്കാനുള്ള അവകാശമില്ല, ഉദ്യോഗം നടത്താനുള്ള അവകാശമില്ല, അറസ്റ്റ് ചെയ്തവർ ആരൊക്കെയാണെന്ന് ഒരു പത്രത്തിലും ഒരു വാർത്തയിലും വരില്ല. എല്ലാ ജനാധിപത്യ അവകാശങ്ങളും കശാപ്പ് ചെയ്തുകൊണ്ട് അന്ന് ഈ രാജ്യത്താകെ വാഴുന്ന ഇന്ദിരാഗാന്ധി വാഴുന്ന അവസരത്തിൽ അന്ന് കുതിരപ്പത്ത് പുറത്ത് കയറിക്കൊണ്ട് യാത്ര ചെയ്യുകയായിരുന്നു ഇവിടുത്തെ കോൺഗ്രസ്സുകാർ എന്ന കാര്യം മറക്കണ്ട സർ. ഞങ്ങൾ അന്നത്തെ കാര്യം നമുക്കറിയാം. പഴയ പുതപ്പ്, അതുപോലെ തന്നെ ആവശ്യമായ ഭക്ഷണം കിട്ടായ്മ, പുഴുവരിച്ച പിന്നെ കഞ്ഞിവെള്ളം, ഇതൊക്കെ കൊടുത്ത് ഞങ്ങൾ വിശപ്പടിക്കെടുക്കുന്ന ഞങ്ങളെ സംബന്ധിച്ച് മുഖത്ത് നോക്കിക്കൊണ്ട് ഇപ്പൊ പറയുകയാണ് അടിയന്തരാവസ്ഥയുടെ മഹത്തെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾക്ക് ജനാധിപത്യത്തെ പറ്റി പറയാൻ എന്ത് അവകാശമാണുള്ളത് സർ? നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? ജനാധിപത്യം പൗരാവകാശം നിഷേധിച്ച് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇന്ത്യയാണ് ഇന്ദിര, നാവടക്കി പണിയെടുക്കൂ എന്ന് മുദ്രാവാക്യം വിളിച്ചിരുന്ന കോൺഗ്രസ്സുകാർക്ക് ജനാധിപത്യത്തെ പറയാൻ വല്ല അവകാശമുണ്ടോ? ഈ ഫാസിസ്റ്റ് ചേർക്കാൻ നിങ്ങൾ കഴിയോ? ഒരൊറ്റ കാര്യം പറഞ്ഞ് സൂചിപ്പിക്കുക സർ. ഇവിടെ വർഗീയതയെ പറ്റിയൊക്കെ വലിയ ചർച്ച വന്നു. ജമാഅത്തെ ഇസ്ലാമിയുമായി SDP-യുമായി കൂട്ടുകൂടുമ്പോൾ അതിനെപ്പറ്റി പറയുമ്പോൾ ഇവിടുത്തെ ലീഗിലും ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കും പൊള്ളുമെന്ന് ഞങ്ങൾക്കറിയാം. വിജയരാഘവനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയും SDP-യുമായി ഞങ്ങൾ കൂട്ടുകെട്ട് മുസ്ലിം ലീഗിനും മുസ്ലിം സമുദായത്തിനും ആപത്താണെന്ന കാര്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെപ്പറ്റി വലിയ രൂപത്തിലേക്കുള്ള കടന്നാക്രമണം നടത്തി വിജയരാഘവനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണ് നിങ്ങൾ സർ. നിങ്ങൾ ഇതിന് കണക്ക് പറയേണ്ടി വരും. ഇത് വിജയരാഘവന് മാത്രം അഭിപ്രായമല്ല, CPM-ന്റെ അഭിപ്രായമാണ്, ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ അഭിപ്രായമാണ്. അത് ശക്തമായിട്ട് പറയും. നിങ്ങൾ കേരളത്തിലെ അപകടത്തിലേക്കാണ് നയിക്കുന്നത്. ഈ വർഗീയ കൂട്ടുകെട്ട്, ഈ ഭീകരവാദികളുമായി കൂട്ടുകെട്ട് നിങ്ങൾ രാജ്യത്തിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് തിരുത്താൻ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ തയ്യാറായിട്ടില്ലെങ്കിൽ കാലം നിങ്ങൾക്ക് മാപ്പ് നൽകില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ നന്ദി പ്രമേയത്തിന് ഞാൻ പിന്തുണയ്ക്കുന്നു.